നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും ഹസ്ബൻഡും മോളും ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത്. മോൾക്കിപ്പോൾ 3 days കൂടി കഴിഞ്ഞാൽ 10 months. സൂയി മോളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഡേയ്സൊക്കെ. ഓളെപ്പോഴാണ് എണീക്കുന്നത് അപ്പോഴാണ് ഞാൻ എണീക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ലേറ്റായിട്ടാണ് മോൾ ഉറങ്ങൽ, അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീക്കൽ. പിന്നെ രാവിലെ അവൾ എണീറ്റ് അവളെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പ് ആക്കി നേരെ കിച്ചണിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ക്രാബ് റോസ്റ്റ് ആയിരുന്നു. പിന്നെ യൂഷ്വൽ ഡെയിലി റുട്ടീൻസാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ പിന്നെ ബോറാവും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവർ ഷാർജയിലാണ്. സൂയി മോളെ ഞാൻ പൂളിലേക്ക് ഇറക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേനും, പക്ഷേ ഇവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെ കണ്ടപ്പോൾ ഓൾക്കും ഭയങ്കരമായിട്ട് അതിലേക്ക് ഇറങ്ങാനും കളിക്കാനൊക്കെ തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് കാലൊന്ന് വെള്ളത്തിലിട്ട് നോക്കി. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവള്. അപ്പം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിറക്കി. പക്ഷേ പിന്നെ എനിക്ക് പേടിയായി, കാരണം പുറമൊക്കെ നല്ല കാറ്റും തണുപ്പുണ്ടായിരുന്നു. പനി വരുമെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ എല്ലാവരും തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ ആക്കി അതൊക്കെ കഴിച്ച്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അവർ ടി വി കാണുമെന്ന് പറഞ്ഞ്. അപ്പോൾ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവരവിടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് തിരിച്ച് റൂമിലേക്ക് പോന്നു. അവർ ഷാർജയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ നല്ല ലേറ്റായിട്ടാണ് പോയത്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതൊന്നും ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റി. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നറിയാം. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബായ്.